വി.ഡി. സതീശന് അനുകൂലമായി പത്തനംതിട്ടയിൽ പ്രകടനം നടക്കുകയാണ്. പത്തനംതിട്ടയിൽ ഉള്ള പ്രകടനത്തിന്റെ വിശദാംശങ്ങളുമായി പട നയിച്ചവൻ നാട് നയിക്കട്ടെ വി.ഡി. സതീശന് ഐക്യദാർഢ്യം എന്ന സാമൂഹ്യ കൂട്ടായ്മയുടെ പേരിലാണിപ്പോൾ പ്രകടനം നടക്കാനിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി പ്രകടനങ്ങൾ നടക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമുണ്ട്. പ്രവീൺ, ഇപ്പോൾ പത്തനംതിട്ടയിൽ പ്രവർത്തകരാണോ, ഏതെങ്കിലും നേതാക്കളുണ്ടോ? കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ പ്രകടനം. എവിടെയാണ് ഈ പ്രകടനം? സ്മൃതി, പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ് ഇപ്പോൾ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രകടനം നടത്തുന്നത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ, വി.ഡി. സതീശന് ഐക്യദാർഢ്യം, സാമൂഹിക കൂട്ടായ്മ എന്ന പേരിലാണ് ഇപ്പോൾ ഈ ഒരു സമരം, ഈ ഒരു പ്രകടനം ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ്? വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണം. ആ ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ. ഞങ്ങൾ വോട്ട് ചെയ്തതും ഞങ്ങൾ പ്രവർത്തിച്ചതും എല്ലാം ഇതിൽ ഒരൊറ്റ നേതാക്കന്മാരില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങൾ സാധാരണ ജനങ്ങളാണ്. ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിച്ച സാധാരണ ജനങ്ങളായ ഞങ്ങളാണ് ഇവിടെ സംഘടിച്ചിറങ്ങിയത്. ഈ പത്തനംതിട്ട ടൗണിനോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ സംഘടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. വി.ഡി. സതീശൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരണം. നിങ്ങളുടെ കൂടെ ഇപ്പോൾ ജില്ലാതലത്തിലുള്ള നേതാക്കൾ ആരുമില്ല? ജില്ലാതലത്തിലുള്ള നേതാക്കളില്ല, ബ്ലോക്ക് തലത്തിലുള്ള നേതാക്കളില്ല. ഞങ്ങളും കോൺഗ്രസ്സുകാരാണ്. ഞങ്ങള് സാധാരണ ജനങ്ങളാണ്. ഞങ്ങൾ സംഘടിച്ചിവിടെ വന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് വൻ ഭൂരിപക്ഷം നേടിക്കൊടുത്ത സാധാരണ പ്രവർത്തകര് ഞങ്ങൾ പങ്കെടുത്തിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ സംഘടിച്ച് വന്നിരിക്കുകയാണ് വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്. 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നത് ചെന്നിത്തല എന്തുകൊണ്ട് ഭരണം കയറാൻ പറ്റിയില്ല? 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ട് രണ്ടാമത് ഭരണം പിന്നെ ഭരണം LDF-ൽ പോയത്? പക്ഷെ വീണ്ടും ഈ വി.ഡി. സതീശൻ പറഞ്ഞത് 100 പറഞ്ഞത് 100 കൂടുതൽ കിട്ടി. സതീശൻ സതീശന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചത്. സതീശൻ വരുമെന്നുള്ള ഏക ആഗ്രഹത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും കഠിന പ്രയത്നം ചെയ്ത് പട്ടിണി കിടന്ന് ഞങ്ങൾ ജയിപ്പിച്ച് കയറ്റി വിട്ടോ. കൂടുതൽ MLA-മാർ KC വേണുഗോപാൽ അനുകൂലമായി നിൽക്കുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ല, അത് നേതൃത്വത്തോട് ചോദിച്ചാലേ അറിയൂ ആരുടെ കൂടാണ്. ഞങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ടൊന്നും പറയാനില്ല. ഇവിടെ ഇവിടെ ഈ ജയിച്ചവർക്ക് എല്ലാവർക്കും ഭരിക്കാനുള്ള അവകാശമുള്ളതാണ്. പക്ഷേ ഈ കേരളത്തിൽ കഷ്ടപ്പെട്ട് അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ പുള്ളി പറഞ്ഞത് എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുകയും ചെയ്തതാണ്. 12 MLA-മാർ മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞപ്പോൾ 13 പേരെ തോറ്റു. അദ്ദേഹം ഞങ്ങൾ സംഘടനാ കൂട്ടായ്മ, ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. സ്മൃതി, ഇപ്പോൾ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളൊന്നും ഈ പ്രകടനത്തിൽ കാണുന്നില്ല. ഇവർ പറഞ്ഞിരിക്കുന്നത് സാമൂഹിക കൂട്ടായ്മ, പട നയിച്ചവൻ നാട് നയിക്കട്ടെ, വി.ഡി. സതീശന് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ പ്രകടനത്തിന്റെ വിവരങ്ങളാണ്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണ് ബാനർ.